ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എനിക്ക് ഭയങ്കര പനിയാണ് കേട്ടോ. കുറേ ദിവസം കൊണ്ട് അടുപ്പിച്ച് കല്യാണമൊക്കെ ആയതുകൊണ്ട് പനി അടിച്ച്. അങ്ങനെ കല്യാണത്തിന് പോയി ബിരിയാണിയും സദ്യയൊക്കെ കഴിച്ച് മടുത്ത്. അന്നേരം ഇന്ന് വിചാരിച്ച് ഇത്തിരി കഞ്ഞി ഉണ്ടാക്കാമെന്ന്. കഞ്ഞിയും പയറും, പിന്നെ പയറ് വിഴുക്ക് വരട്ടി. ഇന്ന് പൊടിയരി കഞ്ഞിയാണ് വയ്ക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഈ പൊടിയരി ഇതെന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇതേ നോക്കിയേ, നല്ല പ്യുവർ വൈറ്റായി ഇപ്പോൾ പൊടിയരി വരുന്നത്, നല്ല റെഡായിട്ട് ഇരുന്നതാണ്. നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ പൊടിയരിയുടെയൊക്കെ നിറം പോകത്തുമില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ഇതേ ജസ്റ്റ് ഒരു വെള്ളം തൊട്ടപ്പോഴേ ഇതേ ആ കളർ മുഴുവനും പോവുക. ഇതൊക്കെയാണ് നമ്മൾ പൊടി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. എന്താണെങ്കിലും ഇത് നന്നായിട്ട് കഴുകണം. അങ്ങനെ ഞാൻ കുറേ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി. എന്തായാലും ആ പൊടിയുടെ കളറൊക്കെ പോയിട്ട് നല്ല വൈറ്റായിട്ടുള്ള ഒരു അരിയായിട്ട് കിട്ടി. അങ്ങനെ നമ്മുടെ പൊടിയരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തി. ഇനി നമുക്കത് കുക്കറിലോട്ടിട്ട് ഒരു വിസിൽ മതി. ആ ഒരു വിസിലാകുമ്പോഴത്തേക്ക് കറക്റ്റ് അത് വേവാകും. അപ്പം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ പൊടിയരി ഇടും, പിന്നെ വെള്ളം, ഉപ്പ്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചൊരു 3-4 ഉലുവയും. കറക്റ്റ് ഉലുവ ചേർക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചേർത്തിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഈ ഉലുവയൊക്കെ ഇട്ട് കഞ്ഞി വേവിക്കുമ്പോഴത്തേക്ക് ആ കഞ്ഞിക്കകത്തൊരു പ്രത്യേക മണമുണ്ട്. അതിനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കഞ്ഞിക്കുള്ള സാധനങ്ങളെല്ലാം ഓക്കെ ആക്കി കഞ്ഞി ഇനി അടുപ്പിലോട്ട് വയ്ക്കാം. എന്നിട്ട് വിഴുക്കുവരട്ടിക്കുള്ള പരിപാടി നോക്കാം. നമുക്ക് ഇച്ചിരി പയറും കൂടെ വേവിക്കാമേ. കഞ്ഞിക്ക് പയറില്ലാതെ എന്ത് രസമാണ്. കഞ്ഞി കുടിക്കണമെങ്കിൽ കഞ്ഞിക്ക് പയറും കൂടെ വേണ്ടേ. അതുകൊണ്ട് കുറച്ച് പയറും കൂടെ എടുക്കാം. അങ്ങനെ പയറൊക്കെ കഴുകി നമ്മൾ വേറെ കുക്കറിലോട്ടിട്ട് ഈ പയറ് വേവിക്കുന്നതിനകത്ത് ഞാൻ ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജീരകം കൂടെ ചേർക്കാം, കുറച്ച് കറിവേപ്പില ഇടാം, എന്നിട്ട് ഉപ്പ്. ഇത്രയും മതി. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി പയറ് വിഴുക്ക് വരട്ടി വയ്ക്കാമേ. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പയറാട്ടോ. അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. ഇത് മതി, 3-4 പയറ് മതി. അത് നല്ലൊരു വിഴുക്ക് വരട്ടിക്കുള്ള പയറുണ്ട്. അങ്ങനത്തെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പിടിക്കുന്ന സാധനത്തിന് ഭയങ്കര ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുമല്ല, നമ്മളെ വീട്ടിൽ പിടിക്കുമ്പോൾ നമുക്കതിൻ്റേതായൊരു സന്തോഷം കാണുമല്ലോ. സ്വന്തം വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങളൊക്കെ കറി വയ്ക്കാൻ. അങ്ങനെ നമ്മുടെ പയറ് വിഴുക്കുവരട്ടിയൊക്കെ അടുപ്പിലോട്ട് വെച്ച് ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാനൊന്നും ചേർത്തിട്ടില്ല. ഒരു സവാള, പിന്നെ ഈ ഉണ്ടമുളക്, അത് നമ്മുടെ വീട്ടിലെ തന്നെ കേട്ടോ, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വേവിക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതെല്ലാം നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെയുള്ള പൊടിയരിക്കഞ്ഞിയൊക്കെ ഇപ്പം നല്ല വെള്ള ചോറായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വിഴുക്ക് വരട്ടിയും വെന്ത് ഇതാ കണ്ടോ. വെന്തപ്പോഴത്തേക്ക് ഇത്രയായി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും കേട്ടോ. നമ്മുടെ നാടൻ സാധനമല്ലേ, അപ്പം അതിൻ്റേതായ രുചിയുണ്ട്. ഇത് നല്ല നീളമുള്ള വള്ളിപ്പയർ. ഇതൊരു 3-4 ഉണ്ടെങ്കിൽ നല്ലൊരു വിഴുക്ക് വരട്ടിയുടെ സാധനമായി. ഇനി നമുക്ക് കുറച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കാം. ഇന്ന് കഞ്ഞിയാണെങ്കിൽ നല്ല ഗംഭീരമായിട്ടുള്ളൊരു കഞ്ഞിയാവട്ടെ. അങ്ങനെ നമുക്ക് കുറച്ച് തേങ്ങയും, പിന്നെ മുളക് പൊടി വേണ്ട, നല്ല ഉണ്ടമുളക് മതി. ആ ഉണ്ടമുളകാകുമ്പോൾ ഭയങ്കര മണമാട്ടോ. എനിക്ക് ഉണ്ടമുളകിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു മണം ഉണ്ടെങ്കിൽ തന്നെ ചോറ് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഒരു നല്ല ഉണ്ടമുളകും, ചെറിയ ഉള്ളി, കറിവേപ്പില, ഉപ്പ്, ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പയറും വെന്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി കഞ്ഞി കുടിച്ചാൽ മതി. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഈ കുറച്ച് അച്ചാറും കൂടെ എടുക്കാം. ഇത് നെല്ലിക്കായും ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന പുളിയുണ്ട് കേട്ടോ. അതും കൂടെ ഈ വെള്ളത്തിലിട്ട അച്ചാറാട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ അച്ചാർ കൂട്ടാൻ. അങ്ങനെ നമ്മുടെ കഞ്ഞിയും പയറും എല്ലാം വിളമ്പി വെച്ച് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു മുട്ട പൊരിച്ചതും കൂടെ എടുത്തേ. അങ്ങനെ കഞ്ഞി, പയറ്, വിഴുക്കുവരട്ടി, ചമ്മന്തി, അച്ചാർ, മുട്ട പൊരിച്ചത്, ഒരു കഞ്ഞി സദ്യ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ
നമുക്കിന്ന് ചട്ടിക്കകത്ത് കുടിക്കാം. ഈ ചട്ടിയിൽ കുടിക്കും ഭയങ്കര നൊസ്റ്റു കേട്ടോ, അതുകൊണ്ടാണ് ചട്ടി എടുത്തത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ചെറുപയറും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട ആ ചെറുപയർ ഇതിനകത്തോട്ടിട്ട് എനിക്ക് ഒത്തിരി പയറിടുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ സ്കൂളിൽ കഞ്ഞി കുടിച്ചേക്ക് ഓർമ്മ വരും. അങ്ങനെ ആ കഞ്ഞിയും പയറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചമ്മന്തി, പിന്നെ നമ്മുടെ പയർ വിഴുക്കുവരട്ടി. ചമ്മന്തി എടുത്തപ്പോഴേ ഭയങ്കര ഉണ്ടമുളവിൻ്റെ മണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മുട്ട പൊരിച്ചത്. നിങ്ങളാരെങ്കിലും ഇങ്ങനെ മുട്ട പൊരിച്ചതും കഞ്ഞിയും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ്, പിന്നെ അച്ചാറും ഒരു ഉണ്ടമുളകും കൂടി ഇടണം കേട്ടോ, എന്നാലേ നന്നായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്താൽ ടേസ്റ്റ് നിൽക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കും. അപ്പം നമ്മുടെ കഞ്ഞിയൊക്കെ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. പിന്നെ കുറച്ച് ചമ്മന്തി, പയർ വിഴുക്കുവരട്ടി, അച്ചാറിൻ്റെ വെള്ളം, ഇതെല്ലാം കൂടെ ചെന്നപ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കഞ്ഞി കുടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണോ? അപ്പോൾ എൻ്റെ കഞ്ഞി വീഡിയോ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വെറൈറ്റി വീഡിയോ ഇട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.